ഹായ്, ഇംഗ്ലീഷ് ഭാഷയിൽ ഒരുപാട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് വൈൽ. വൈൽ എന്ന വാക്കിൻ്റെ ഉപയോഗം പല ആളുകൾക്കും കൺഫ്യൂഷനാണ്. കാരണം പല സെൻറ്റൻസിലും അതിന് പല ഡിഫറെൻറ്റ് മീനിങ്സ് ആയി ഉപയോഗിക്കാറുണ്ട്. ഒരു സെൻറ്റൻസിൽ അതിൻ്റെ ഫങ്ഷൻ അനുസരിച്ചിട്ട് അതിൻ്റെ മീനിങ്സിലും ചില വ്യത്യാസങ്ങളൊക്കെ വരാറുണ്ട്. ഇന്ന് നമ്മുടെ ടോപ്പിക് വൈൽ. അതിൻ്റെ മീനിങ് എന്താണ്, അതിൻ്റെ ഉപയോഗം, ഒരു സെൻറ്റൻസിൽ അത് കറക്റ്റായിട്ട് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് എക്സാമ്പിൾ, രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുന്നു എന്ന് കരുതുക. ഫോർ എക്സാമ്പിൾ, TV കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്ന ആളുകളുണ്ട് ഇല്ലേ? അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ നമുക്ക് ഈ വൈൽ എന്ന വാക്ക് ഉപയോഗിക്കാം. ഐ വാസ് വാച്ചിങ് TV വൈൽ ഈറ്റിംഗ്. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഞാൻ TV കാണുകയായിരുന്നു. അപ്പോൾ രണ്ട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുകയാണ്. ഞാനാണ് അവിടെ സബ്ജക്റ്റ്. ഞാൻ TV കാണുകയും ചെയ്യുന്നു, അതോടൊപ്പം തന്നെ ഫുഡ് കഴിക്കുകയും ചെയ്യുന്നു. ഐ വാസ് വാച്ചിങ് TV വൈൽ ഈറ്റിംഗ്. ഇവിടെ നമുക്ക് വൈൽ എന്ന വാക്ക് ഉപയോഗിക്കാം. ഇനി ഐ വാസ് വാച്ചിങ് TV വൈൽ ഹി വാസ് ഈറ്റിംഗ്. ഇവിടെ ഫസ്റ്റ് ക്ലോസിൽ ഐ ആണ് സബ്ജക്റ്റ്. ഞാൻ TV കാണുന്ന സമയത്ത് അവൻ ഫുഡ് കഴിക്കുകയായിരുന്നു എന്നാണ് മീനിങ്. ഇവിടെ രണ്ട് ആളുകളാണ്. ഒരാൾ ഞാനാണ്, ഞാൻ TV കാണുന്നു, അവൻ ഫുഡ് കഴിക്കുന്നു എന്നാണ് മീനിങ്. അവിടെയും നമുക്ക് വൈൽ ഉപയോഗിക്കാം. ഐ വാസ് വാച്ചിങ് TV വൈൽ ഹീ വാസ് ഈറ്റിംഗ്. അവിടെ നമ്മൾ വേറൊരു സബ്ജക്റ്റ് ഉപയോഗിച്ചു. കാരണം ഹീ വാസ് ഈറ്റിംഗ്, അവൻ ഫുഡ് കഴിക്കുന്നു എന്നാണ്. ഞാനാണ് TV കാണുന്നത്, പക്ഷേ ഫുഡ് കഴിക്കുന്നത് അവനാണ്. രണ്ടും ഒരേ സമയത്താണ്. അവിടെ നമുക്ക് വൈൽ എന്നുപയോഗിക്കാം. അവിടെ വൈൽ എന്ന വാക്കിൻ്റെ ഉപയോഗം ആ സമയത്ത് എന്നാണ്. ഇവിടെ രണ്ട് സെൻറ്റൻസുകളും നടന്നുകൊണ്ടിരിക്കുന്ന, അതായത് പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസിലുള്ള ക്ലോസുകളാണ്. വൈൽ ഐ വാസ് ഈറ്റിംഗ് സംവൺ നോക്ക്ഡ് അറ്റ് ദ ഡോർ. ഞാൻ ഫുഡ് കഴിക്കുന്ന സമയത്ത് സംവൺ, ആരോ ഒരാൾ, നോക്ക്ഡ് അറ്റ് ദ ഡോർ. നോക്ക് മീൻസ് മുട്ടുക, വാതിലിൽ മുട്ടി. ഞാൻ ഫുഡ് കഴിക്കുന്ന, അതായത് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തിയാണ്. ആ സമയത്ത് സംവൺ നോക്ക്ഡ് അറ്റ് ദ ഡോർ എന്ന് പറഞ്ഞാൽ ഡോറിൽ ആരോ മുട്ടി. അതായത് ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുമ്പോൾ വേറൊരു കാര്യം ഒരു ഇൻ്ററപ്ഷൻ പോലെ, ഒരു തടസ്സം പോലെ അവിടെ വന്നു. അതുവരെ ഞാൻ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, ആ സമയത്ത് ഒരാൾ വാതിലിൽ മുട്ടി എന്നാണ് അതിൻ്റെ മീനിങ്. അവിടെ നമുക്ക് വൈൽ ഉപയോഗപ്പെടുത്താം. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ ഐ വാസ് ഈറ്റിംഗ് ഫുഡ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആണ്. നെക്സ്റ്റ് ക്ലോസിൽ പറഞ്ഞത് സംവൺ നോക്ക്ഡ് അറ്റ് ദ ഡോർ എന്ന് പറയുമ്പോൾ അത് പാസ്റ്റ് സിമ്പിൾ ടെൻസ് ആണ്. ഇവിടെയും ആ സമയത്ത് എന്ന മീനിങ് ആണ്. ഇനി വേറൊരു എക്സാമ്പിൾ, വി ഷുഡ് നോട്ട് ടോക്ക് ഓൺ ഫോൺ വൈൽ ഡ്രൈവിംഗ്. വൈൽ ഡ്രൈവിംഗ് വി ഷുഡ് നോട്ട് ടോക്ക് ഓൺ ഫോൺ. ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഫോണിൽ സംസാരിക്കരുത്. വേറൊരു സെൻറ്റൻസ്, ലൈറ്റ് വെൻറ്റ് ഓഫ് വൈൽ ഐ വാസ് വാച്ചിങ് TV. ഞാൻ TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ലൈറ്റ് പോയി. വൈൽ ഐ വാസ് വാച്ചിങ് TV ലൈറ്റ് വെൻറ്റ് ഓഫ്. അങ്ങനെയും പറയാം. ഇവിടെയും വൈലിൻ്റെ ഉപയോഗം മനസ്സിലായല്ലോ, ആ സമയത്ത് എന്നാണ് മീനിങ്. ഇനി വേറൊരു എക്സാമ്പിൾ, വൈൽ വാച്ചിങ് TV ഡോണ്ട് ഡു ഹോംവർക്ക്. TV വാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹോംവർക്ക് ചെയ്യരുത്. ഡോണ്ട് ഡു ഹോംവർക്ക് വൈൽ വാച്ചിങ് TV. ഇത് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറഞ്ഞാലും കറക്റ്റ് തന്നെയാണ്. വൈൽ എന്നത് ഒരു കൺജങ്ഷൻ, ഒരു ലിങ്കിങ് വേർഡായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതായത് രണ്ട് കോൺട്രാസ്റ്റിംഗ് ഐഡിയാസ്, രണ്ട് ഓപ്പോസിറ്റ് ഐഡിയാസ് തമ്മിൽ കണക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയും വൈൽ ഉപയോഗിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ചിക്കൻ മീറ്റ് ഈസ് വൈറ്റ് വൈൽ ദാറ്റ് ഓഫ് ആൻ ഓക്സ് ഈസ് റെഡ്. ചിക്കൻ്റെ മാംസം വൈറ്റ് കളറാണ് അല്ലേ? എന്നാൽ ഓക്സിൻ്റെ മീറ്റ് റെഡ് കളറാണ്. അവിടെ എന്നാൽ എന്ന ഒരു മീനിങ് ആണ്. ബട്ട് എന്ന് പറയില്ലേ നമ്മൾ, എന്നാൽ എന്ന ഒരു മീനിങ് ആണ് അവിടെ വൈൽ എന്ന വാക്കിന്. ഇനി എപ്പോഴും ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഫോർ എ വൈൽ. ഫോർ എ വൈൽ എന്ന് പറഞ്ഞാൽ ഫോർ എ ഷോർട്ട് ടൈം, കുറച്ച് സമയം. ഐ എം ഗോയിങ് ടു ടേക്ക് റെസ്റ്റ് ഫോർ എ വൈൽ.
ഞാൻ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ പോകുന്നു. അവിടെ ഫോർ എ വൈൽ എന്ന് പറയുമ്പോൾ അത് ടൈം, അതൊരു നൗൺ ആയിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വേറൊരു യൂസേജ് ആഫ്റ്റർ എ വൈൽ. ആഫ്റ്റർ എ വൈൽ മീൻസ് കുറച്ച് സമയത്തിന് ശേഷം. ആഫ്റ്റർ എ വൈൽ വി ഗോട്ട് ബോർഡ്. ബോറടിച്ചു എന്ന് പറയില്ലേ, കുറച്ച് സമയത്തിന് ശേഷം ഞങ്ങൾക്ക് ബോറടിച്ചു. ഇനി വേറൊരു ഉപയോഗം ഇൻ എ വൈൽ. ഇൻ എ വൈൽ എന്ന് പറഞ്ഞാൽ കുറച്ച് സമയത്തിനകം. ഇൻ എ വൈൽ ദ മാച്ച് വിൽ ബിഗിൻ. കുറച്ച് സമയത്തിനകം ആ മാച്ച് തുടങ്ങും. അപ്പോൾ വൈൽ എന്ന ഒരു വാക്ക്, അതിൻ്റെ ഉപയോഗം എന്താണ്, അതിൻ്റെ മീനിങ് എന്താണ് എന്ന് മനസ്സിലായല്ലോ.